ഒരു മോളിൽ എല്ലാവരും നോക്കി നിൽക്കുക റാമ്പ് വാക്ക് ചെയ്യാനും ഷെഫ് പിള്ളയുടെ സദ്യ കഴിക്കാനും ഒക്കെയാണ് ഈ ഓണത്തിന് എനിക്ക് അവസരമുണ്ടായിരുന്നത്. വാട്ട് എവർ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസി ഒരുപാട് ക്രിയേറ്റേഴ്സിനെ അവരുടെ തേർഡ് ഓണം സെലിബ്രേഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിന് മുന്നേയും അവർ ഓണം സെലിബ്രേഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാനൊരു ക്രിയേറ്റർ ആയിരുന്നില്ല, ഇന്നാണ് ഞാനൊരു ക്രിയേറ്റർ ആയത് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ. എന്തായാലും ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദം ടു ഹാവ് മീ ആസ് പാർട്ട് ഓഫ് ദി ഇവൻറ്റ്. കാരണം ഭയങ്കര ഫണ്ണായിരുന്നു. ഞാൻ യൂഷ്വലി അങ്ങനത്തെ ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് നോക്കാറ്, കാരണം ഞാൻ അങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നൊരു വ്യക്തിയേ അല്ല. പക്ഷേ ലൈവ് മ്യൂസിക്, ഷെഫ് പിള്ളയുടെ സദ്യ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പൂക്കള മത്സരം, വിച്ച് നമ്മൾ ജയിച്ചില്ല, എന്നാലും നമ്മുടെ പൂക്കൾ അടിപൊളിയായിരുന്നു. കുറച്ച് ഇൻ്റലക്ച്വൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ടൈപ്പ് പൂക്കളമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ റീൽ കോമ്പറ്റീഷൻ, പിന്നെ ഏറ്റവും അടിപൊളിയായിരുന്നത് റാംപോ കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ റാംപോ കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്തത് ഞാനാണ്. അങ്ങനത്തെ ഒരു സൗഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിന്നേഴ്സിനൊക്കെ അനൗൺസ് ചെയ്ത് പ്രൈസൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഒരു ഓണം ഹാമ്പറൊക്കെ കിട്ടിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. എനിക്ക് ഭയങ്കര ഒരു എൻജോയബിൾ ഡേ ആയിട്ടാണ് തോന്നിയത്. എൻ്റെ ഔട്ട്ഫിറ്റ് ആയിരുന്നു ഇതിലെ ഏറ്റവും വലിയ താരം എന്ന് ഞാൻ ഇപ്പോഴും പറയും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണം ആശംസ.